അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS മൊഴി ആർക്കും മാറ്റിക്കളയാൻ പറ്റില്ല. ചരിത്രത്തിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. ആദ്യത്തെ മുഖ്യമന്ത്രി ആണല്ല. അതുപോലെ കേരളത്തിൽ നിന്ന് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വിട്ടുകൊടുക്കില്ല. വേണം അത് വിട്ടുകൊടുക്കില്ല. അത് ശരിയാക്കിയ പോലെ പോകില്ല. ആ പോക്കാണ് ഇപ്പോഴത്തെ പോക്ക്. ലാസ്റ്റ് പോക്ക് ഇനി ഒരാളാകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് 2026 ഈ ദുർഭരണം താഴെയിറക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു. അവരോടൊപ്പം നിന്ന് ഒരുമിച്ച് നിന്ന് പോരാടി ഉജ്ജ്വലമായ വിജയം 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഞ്ചായത്ത് അടക്കം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. തെക്കുംകരയിൽ കാലിത്തൊഴുത്തിൽ അന്തിയുറങ്ങിയിരുന്ന അഭിനവിന് തെക്കുംകര മണ്ഡലം കമ്മിറ്റി വെച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത് കാട്ടുകൊള്ളക്കാരുടെ സർക്കാരാണ്. കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പോകുക എന്നതാണ് സർക്കാരിന്റെ നയം. ഒരു വട്ടം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലെത്തുമായിരുന്നു. സംഭവത്തിൽ കടകംപള്ളി സുരേന്ദ്രനും പങ്കുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയ സാധനം മദ്രാസിലാണ് എത്തിക്കുന്നത്. ഇവിടെ നിന്ന് സാധനം പുറപ്പെട്ടിട്ട് 1 മാസം 9 ദിവസം മദ്രാസിൽ, ഭയങ്കര ദൂരമുള്ള ചെന്നൈയിൽ പോകാൻ വേണ്ടി. പിന്നീട് കോടതി പറയുന്നത് എന്തിനാ ഇത്ര ദിവസം എടുത്ത്? എനിക്ക് സംശയം, ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇത് വേറെ വ്യാജം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമാണ്. ഹൈക്കോടതി പറഞ്ഞ വേറൊരു വ്യാജ ചെമ്പുപാലിയുടെ മോൾഡ് ഉണ്ടാക്കി അതാണ് മദ്രാസിലേക്ക് വിട്ടത്. അപ്പൊ ഒറിജിനൽ അപ്പൊ നിങ്ങൾ ആലോചിക്കണം, സ്വർണത്തിന്റെ വിലയല്ല, സ്വർണ്ണ 5-6 കിലോ സ്വർണത്തിന്റെ വില കുറവൊന്നുമല്ല. പക്ഷെ ഇത് അതല്ല, ഇതൊരു കോടീശ്വരനെ പറ്റിച്ചേക്കാണ്. കള്ളവെല്ലാം അതിനോട് പറഞ്ഞിട്ട് ഇത് വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഇതാണ്, കോടീശ്വരന്മാര് കാത്തിരിക്കാണ്, താങ്കൾക്ക് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ് കോടികൾ മേടിച്ചിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞല്ല, ഞാനെന്നാ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു. അതാണ് ദേവസ്വം ഏത് കോടീശ്വരനാണ് വിറ്റതെന്നൊന്ന് കടകംപള്ളി പറയുന്നത്. നമുക്ക് അറിയാവുന്നവരോടെ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ കടകംപള്ളി സുരേന്ദ്രന് ഭയങ്കര ദേഷ്യം. എനിക്ക് വക്കീൽ ഓഫീസ് എന്തായാലും നിയമപരമായി നേരിടാം. അപ്പൊ എല്ലാവരും ചോദിച്ചു കേസ് കൊടുക്കലെന്ന് ചോദിച്ചു. കേസ് കൊടുക്കല്ല, മറ്റേ കേസാണ് ഇത്. എനിക്കെതിരായിട്ട് മറ്റേ ആരോപണം. അപ്പൊ ഇവന്മാരെ ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ കഥകിൽ പൂജിക്കുന്ന സ്വർണ്ണം അടിച്ചു മാറ്റി, കട്ട്ലേമ് പൂജിക്കുന്ന സ്വർണ്ണം അടിച്ചു മാറ്റി, അവസാനം ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് വേറൊരു വ്യാജനം കൊണ്ടുപോയി. എന്നിട്ട് കുറേ പറയാണ് ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. ദേവസ്വം ബോർഡിലും നേതാക്കന്മാർക്കും ഇപ്പൊ എല്ലാവർക്കും അറിയാം. അത് മൂടി വെച്ചു. ഇപ്പൊ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുഴപ്പക്കാരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുഴപ്പക്കാരനെങ്കിൽ അന്ന് അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? എടുത്താൽ ഇവര് കൂടി പെടും, കൂട്ടുപ്രതികൾ കൂട്ടത്തിൽ വിറ്റാതെ കൂടി പെടും. അതുകൊണ്ട് അയാളെ കൂടി സേഫാക്കി വെച്ചു. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പ്രസിഡന്റ് ഭയങ്കര കേസുണ്ട്. എന്താ പറയുക, ഇതെല്ലാം അറിഞ്ഞിട്ടും 2025 ആയപ്പോ ഒന്നും കൂടി സ്വർണം പൂശണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്ക് മനസ്സിലായി. കഴിഞ്ഞ ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും മെമ്പർമാരും കൂടി അടിച്ചു മാറ്റിയതിന്റെ ഇത് മനസ്സിലായപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ട് ആഗ്രഹം വരും. ഇതൊരു കഥ ഞാൻ പറഞ്ഞു, കട്ടു 25 പവൻ കട്ടു. ആരും അറിയില്ല, ഒരാളും അറിഞ്ഞില്ല. അപ്പൊ കഥ തോന്നുന്നു, ഒരാളും അറിഞ്ഞിട്ടില്ല. അപ്പൊ രണ്ടാമത് ഒന്നും കൂടി കത്താൻ തോന്നി. ഒരു ടെൻഡൻസി നമ്മൾ കുറ്റം പറയാൻ. ഇവർക്ക് എന്താണ്, ആദ്യത്തെ ദേവസ്വം ബോർഡും മന്ത്രിയും കൂടി സാധനം റെഡിയാക്കി വലുതായിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്താ അല്ലാത്തത്? അപ്പൊ തിരുവാഭരണ കമ്മീഷനുണ്ട് ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ. അയാൾ പറഞ്ഞത് പുറത്തേക്ക് കൊണ്ടുപോയത് ഇവിടെ വെച്ചെന്ന് വേണം. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഴുതി നോ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വന്നു. അപ്പൊ കോടതി പറഞ്ഞിരിക്കുകയാണ് ദേവസ്വം കമ്മീഷണർ 10 ദിവസത്തിനാ മറിയുടെ കാര്യം. കാരണം എന്താ, മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടി വീണ്ടും പോറ്റി വിളിച്ചിട്ട് അയ്യപ്പ സംഭവിക്കണം. അയ്യപ്പനെ മനസ്സിലായി
കഥക് പോയി, കട്ട്ള പോയി, ദ്വാരപാലക ശില്പം പോയി. ഇനി പോയിട്ട് വന്നാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം പോകും. അപ്പൊ കോടതി വഴി അയ്യപ്പൻ, ഞാൻ വിചാരിച്ചു ഞാൻ അയ്യപ്പ ഭക്തൻ അല്ല വിചാരം, അയ്യപ്പ ഭക്തൻ, ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പൻ ഇടപെടുന്നു. അയ്യപ്പൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയില്ല. കോടതി പുറത്തൊന്നും ഇവരെ പുറത്തൊന്നുമില്ല, നമ്മൾ ആരും അറിയില്ല. ആ സാധനം പോയി അതിന്റെ വ്യാജം വന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ൽ 100 സീറ്റും പിടിച്ചെടുക്കും. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി-ഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.